പ്ലസ് ടു ഫിസിക്സിലെ റേ ഒപ്റ്റിക്സിലെ ഒരു ഡെറിവേഷനാണ് എഫ് ഈക്വൽ ടു ആർ ബൈ ടു. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. എഫ് ഈക്വൽ ടു ആർ ബൈ ടു. ഇതിലെ എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ റേഡിയസ്. ഫോക്കൽ ലെങ്ത് റേഡിയസിൻ്റെ പകുതിയാണെന്ന് ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സപ്പോസ് ഈ ഒരു ഡെറിവേഷനാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? പറഞ്ഞു തരാം. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഏത് ഡെറിവേഷൻ എക്സാമിന് ചോദിച്ചാലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഡെറിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പിക്ചർ ഉണ്ടോ എന്ന് നോക്കുക, ഡയഗ്രാം ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞിട്ട് ആ ഡയഗ്രാം എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് ആൻസർ ഷീറ്റിൽ വരച്ച് വയ്ക്കുക. എഫ് ഈക്വൽ ടു ആർ ബൈ ടു ഫോക്കൽ ലെങ്ത് റേഡിയസിൻ്റെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഈ ഒരു ഡെറിവേഷനിൽ കോൺകേവ് മിററിൻ്റെ റേ ഡയഗ്രാം ആണുള്ളത്. ആ റേ ഡയഗ്രാം നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് വരച്ച് വയ്ക്കുക. വരച്ച് വയ്ക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ്, എ ബി എന്ന് പറയുന്ന ഒരു റേ ഇങ്ങനെ കാണിക്കുക, ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കണം. ബിയിൽ നിന്ന് സിയിലോട്ട് ഒരു റേ ഇതേപോലെ എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്നു. തീറ്റ ആംഗിൾ മാർക്ക് ചെയ്യുന്ന ആംഗിളൊക്കെ കാണിക്കണം. പിന്നെ എന്താണ്, ട്രയാങ്കിൾ എഫ് ബി പി എന്ന് പറയുന്ന ആ കൊച്ചു ട്രയാങ്കിളിൻ്റെ ആംഗിൾ 2θ എന്ന് നമ്മൾ എടുക്കുന്നു. ആദ്യത്തെ വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ, അതായത് സി ബി പി എന്ന് പറയുന്ന ഫസ്റ്റത്തെ ട്രയാങ്കിളിൻ്റെ ആംഗിൾ തീറ്റയാണ്. രണ്ടാമത്തെ കൊച്ചു ട്രയാങ്കിൾ എഫ് ബി പി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾ 2θ. ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ബാക്കി സ്റ്റെപ്സ് ഒക്കെ ചെയ്യേണ്ടത്. നമുക്കറിയാം ആംഗിൾസ് എല്ലാം ചെറുതാണ് ഇതിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡെറിവേഷനിൽ നിന്ന് നമുക്ക് രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റത്തെ ഒരു വലിയ ട്രയാങ്കിൾ സി ബി പി എന്ന് പറയുന്ന ട്രയാങ്കിൾ. രണ്ടാമത്തേത് ഒരു കൊച്ചു ട്രയാങ്കിളാണ്, ട്രയാങ്കിൾ എഫ് ബി പി. സോ ആദ്യത്തെ ട്രയാങ്കിളിൽ നിന്നും, അതായത് ട്രയാങ്കിൾ സി ബി പിയിൽ നിന്നും ടാൻ തീറ്റ എടുക്കുന്നു. ട്രയാങ്കിൾ സി ബി പിയിലെ ആംഗിൾ എത്രയാണ്, തീറ്റയാണ്. സോ തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ബി പി ബൈ സി പി ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വലിയ ട്രയാങ്കിളിൻ്റെ. അടുത്ത് രണ്ടാമത്തെ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, എഫ് ബി പി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിൽ ആംഗിൾ 2θ ആണ്. ടാൻ 2θ ഈക്വൽ ടു ബി പി ബൈ എഫ് പി ആണ്. ബി പി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, എഫ് പി എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 2θ ബൈ തീറ്റ ഈക്വൽ ടു രണ്ടാമത്തെ ഇക്വേഷൻ, ബി പി ബൈ എഫ് പി ഇൻറ്റു ആദ്യത്തെ ഇക്വേഷൻ, സി പി ബൈ ബി പി. അതായത് ബി പി കട്ട് ചെയ്ത് കളയാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ തീറ്റ വെട്ടിക്കളയുക, ബി പി വെട്ടിക്കളയുക, സി പി. അപ്പോൾ സി പി എന്ന് പറയുന്ന ഡയഗ്രത്തിൽ നോക്കുക, സെൻറ്റർ മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസാണ്. സെൻറ്റർ മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെ റേഡിയസ് എന്നാണ് പറയുന്നത്. സോ ആർ എന്ന് കൊടുക്കും. അടുത്ത എഫ് പി, ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതിനാൽ നമ്മൾ എഫ് എന്ന് കൊടുക്കും. അപ്പം നമുക്ക് ഇക്വേഷൻ്റെ ഫുൾ രൂപം 2 ഈക്വൽ ടു ആർ ബൈ എഫ് എന്ന് കിട്ടിക്കാണും. ഇനി ആറിനെ ഈക്വൽ ടുവിൻ്റെ പുറത്ത് കൊണ്ടുവന്നാൽ എഫ് മുകളിൽ കയറും. അപ്പോൾ ആർ ഈക്വൽ ടു 2 ഇൻറ്റു എഫ് അല്ലെങ്കിൽ 2f എന്ന് എഴുതാം. അത് കഴിഞ്ഞ് ഒറ്റ സ്റ്റെപ്പും കൂടെ ഉള്ളൂ, എഫിനെ പുറത്തിറക്കുക. അപ്പോൾ എന്താണ്, 2 താഴെ പോകും, ആർ ബൈ 2 ആയിട്ട് മാറും. എഫ് ഈക്വൽ ടു ആർ ബൈ 2 എന്ന് നമുക്ക് ഫുള്ളായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോക്കൽ ലെങ്ത് റേഡിയസ്